നമ്മുടെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ, നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ചേർന്ന് വരാം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവം നൽകുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം കണ്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള മറുപടിയായി ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ അവിടെ നിന്ന് ചൊരിയേണ്ടതിന് വേണ്ടി നമുക്കൊരുമിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം. ആ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയാൽ ഏലിയാവ് മുന്നോട്ട് ഓടിയതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, നീ ഞങ്ങളെ നയിക്കണമേ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ പാട്ട് ഒരുമിച്ച് കരങ്ങളെ തട്ടി പാടി ദൈവത്തെ ആരാധിക്കാം.
കൊയ്ത്തുകാല സമയമില്ല ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം നമ്മുടെ ഓരോരുത്തരുടെ മേലും. ഇത് നല്ല സമയമാണല്ലോ. ആഗ്രഹിച്ച് പാടാം. തീ പോലെ അഗ്നിനാവായി കൊടുങ്കാറ്റായി ആത്മനദിയായി തീ പോലെ അഗ്നിനാവായി നമ്മുടെ ജീവിതങ്ങളിൽ പതിയട്ടെ. തീ പോലെ ആദിമസഭയിൽ അവിടുത്തെ അപ്പോസ്തലന്മാരും സ്നേഹിതരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ആ കൂട്ടായ്മയുടെ മധ്യത്തിൽ അവിടുത്തെ തിരുസാന്നിധ്യം പരിശുദ്ധാത്മാവിലൂടെ അവിടുന്ന് പകരുകയും സഭയുടെ തുടർന്നുള്ള വളർച്ചയിലും ദൈവജനത്തിൻ്റെ ഒരുമിച്ചുള്ള കൂട്ടായ്മകളിലും നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ആരാധനകളിലൂടെ, നമ്മുടെ കുടുംബങ്ങളിലൂടെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെല്ലാം പതിയപ്പെട്ടതുകൊണ്ടാണ് ഇന്നും ഈ നന്മകളെല്ലാം അനുഭവിക്കുന്നതിന് ദൈവം നമ്മെ പ്രാപ്തമാക്കിയത്. 37 വർഷം ദൈവം നമ്മെ അതിശയകരമായി നടത്തിയെന്നത് ദൈവത്തിൻ്റെ വലിയ കരുതലാണ്. ആ വലിയ കരുതലിന് നമുക്ക് നന്ദി പറയാമോ? നമ്മുടെ പാഠപുസ്തകത്തിലെ 5-ാമത്തെ പാട്ട്, എണ്ണമില്ലാതുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. അത്ഭുതമാർന്ന അവിടുത്തെ സ്നേഹം അനുഭവിക്കുന്നതിന് ദൈവം നമ്മളിൽ കൃപ ആയിട്ടുണ്ടല്ലോ. പലപ്പോഴും ഈ ലോകത്തിൻ്റെ നമ്മളായിപ്പോയിട്ടുണ്ട്, പാപക്കുഴികളിൽ വീണു പോയിട്ടുണ്ട്. ദൈവത്തെക്കാൾ, യേശുവിനേക്കാൾ പാപത്തെ സ്നേഹിപ്പാൻ, ലോകത്തെ സ്നേഹിപ്പാൻ നമ്മൾ ശ്രമിച്ചു പോയിട്ടുണ്ടല്ലോ. എന്നാൽ അവിടുത്തെ കാൽവരി ക്രൂശിലെ അവിടുന്ന് ഏറ്റെടുത്ത വേദനയാൽ, അവിടുത്തെ തിരിച്ചോരയാൽ അവിടുന്ന് നമ്മെ വീണ്ടെടുത്ത് കൂരിരുളിൻ്റെ താഴ്വരയിൽ അവിടുന്ന് നമുക്ക് പ്രകാശമൊരുക്കി. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് സങ്കടക്കടലുകളിലൂടെ രോഗങ്ങൾ കൊണ്ടും കുടുംബങ്ങളിലെ ഭാരങ്ങൾ കൊണ്ടും നമ്മൾ നടുക്കിയുമ്പോൾ നിറവായി നമ്മുടെ നടുവിൽ വന്ന് ഇന്നും നമ്മെ നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവനായ കർത്താവ് രക്ഷിതാവുമായ യേശു, അവന് നമുക്ക് നന്ദി അർപ്പിക്കാം. നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാമോ? നന്ദി നന്ദി എൻ ദൈവമേ. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് മനസ്സിൻ്റെ ഒരുക്കത്തോടെ ദൈവം നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈശ്വര എണ്ണമില്ലാതുള്ള നന്മകൾക്ക് അവന്റെ അത്ഭുതമാർന്ന സ്നേഹത്തിൽ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി പറയാമോ? പാപത്താൽ മുറിവേറ്റ് നമ്മെ അവന്റെ കരങ്ങളിൽ അവൻ ചേർത്തു.
നന്ദി പറഞ്ഞുകൊണ്ട് പാടാം. കൂരിരുളിന്റെ താഴ്വരകളിൽ പാതയിൽ ദീപമൊരുക്കിയവൻ, നന്ദി പറയാമോ? ജീവിത ശൂന്യതയുടെ നടുവിൽ നിന്ന നിമിഷങ്ങൾ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞവൻ, നന്ദിയോടെ പാടാം. രാജാതിരാജാവിന് ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവന് നന്ദി. നമ്മുടെ കർത്താവിന് നമ്മുടെ പ്രാണപ്രിയനായ യേശുവിന്